ഹലോ, മടിയം മല ചുമക്കുമെന്ന് നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ളൊരു മലയാണ് കേട്ടോ ഈ കാണുന്നത്. ഞാനിവിടെ പൊക്കത്ത് തുണിയെല്ലാം അലക്കിയിട്ടിട്ട് സ്റ്റെയർ റൂമിൽ തന്നെ വിരിച്ചിടും. അടുത്ത് അലക്കാൻ നേരത്തോ അവിടെ വിരിച്ച് വെച്ച് നേരെ എടുത്ത് ദിവാങ്കോട്ടിലോട്ടിടും. അങ്ങനെ ഇട്ടിട്ടിട്ട് അവിടെ ഒരു മല പോലെയായി. ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും ഉണ്ട് കേട്ടോ. അമ്മയുടെ ഉണ്ട്, ചേട്ടയുടെ ഉണ്ട്, അതേപോലെ സുജിയുടെ ഉണ്ട്, എല്ലാവരുടെയും ഡ്രസ്സും ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി ഈ തുണി ഇങ്ങനെ പൊക്കത്ത് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് മടക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടി വാരി കൂട്ടി ഞാൻ ദേ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം മടക്കി മടക്കി വെക്കണം. ഈ തുണി മടക്കലെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ലല്ലോ. അത് ഇത്രയും തുണിയുള്ളപ്പോൾ കുറേ നേരം വേണം മടക്കാനായിട്ട്. ആദുവിനെ അമ്മ അവിടെ ഫ്രണ്ടിൽ ഇരുത്തിയേക്കുക. അമ്മയുടെ മടിയിൽ അവനെ ഇരുത്തിയിട്ട് അമ്മ അവിടെ ഫ്രണ്ടിൽ ഇരിക്കണേ. അതുകൊണ്ട് അവൻ്റെ ശല്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ തുണിയൊന്നും എനിക്ക് മടക്കി വെക്കേണ്ട ആവശ്യം വരില്ല. ഓരോരോ തുണിയായിട്ട് അവൻ തന്നെ വലിച്ച് താഴ്ത്തോട്ടിടും. പിന്നെ ഞാനത് പെറുക്കി കട്ടിലോട്ടിടും. പിന്നെ അവൻ വലിച്ച് താഴ്ത്തോട്ടും. വേറെ മടക്കി വെക്കുന്ന പരിപാടി ഒന്നും നടക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ അമ്മ അവിടെ അവനിട്ടിരിക്കണോണ്ട് ആ നേരത്തിന് എല്ലാ തുണിയും വേഗം വേഗം മടക്കി വെച്ചേക്കാന്ന് വിചാരിച്ചു. എന്താ സ്പീഡ്! ഇത്ര പെട്ടെന്ന് മടക്കാനായിട്ടാണെങ്കിൽ 10 മിനിറ്റ് മതി ഈ തുണി എല്ലാം മടക്കി വെക്കാനായിട്ട്. ഇതേപോലെയൊക്കെ നമുക്ക് മടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തായിരുന്നല്ലേ. എല്ലാവരുടെ തുണിയും ഉള്ളത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് ആക്കി മാറ്റി മാറ്റി വേണം മടക്കി വെക്കാനായിട്ട്. ഞങ്ങളുടെ വേറെ വെക്കണം, അമ്മയുടെയൊക്കെ വേറെ വെക്കണം, സുജിയുടെയൊക്കെ വേറെ വെക്കണം. മിക്കപ്പോഴും അമ്മ തന്നെയാണ് മടക്കാറ്. ഞാൻ മടക്കിയ തുണിയൊക്കെ എടുത്ത് വെക്കും. പക്ഷേ ഇന്ന് എല്ലാ തുണിയും ഞാൻ തന്നെ മടക്കി വെക്കേണ്ടി വന്നു. അങ്ങനെ തുണിയെല്ലാം മടക്കി കഴിഞ്ഞു. ഇത്രയും തുണി ഉണ്ടായിരുന്നു മടക്കി വെക്കാനായിട്ട്. ഇനി ഇതെല്ലാം എടുത്ത് വെക്കണം. മടക്കിയാൽ മാത്രം പോരല്ലോ, എടുത്തും കൂടെ വെക്കണമല്ലോ. ഇത് എടുത്ത് വെക്കാൻ നേരത്തെ ചേട്ടയുടെ അലമാരി തുറക്കുമ്പോൾ തന്നെ മനുഷ്യന് ഭ്രാന്തി കയറും. അപ്പം ഞാൻ പോയി ഇനി ഇതൊക്കെ എടുത്ത് വെക്കട്ടെ. ബൈ.